പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവി. ഓക്കെ, തുടങ്ങാം സർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പരശാസ്ത്രത്തിനെയും മറ്റ് ഗ്രന്ഥങ്ങളെയും ബന്ധപ്പെടുത്തി ഭാവചിന്തകളും ഗ്രഹങ്ങളുടെ പ്രത്യേകതകളും പിന്നെ ഭാവങ്ങളുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചു. ഇനി സൗണ്ട് ക്ലിയർ അല്ല സാർ. ക്ലിയർ ആണ് സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാറിന്റെ വീഡിയോ ചരിച്ചു വെച്ചാൽ മതി. ചരിഞ്ഞായിരിക്കും. ഇപ്പോൾ ശരിയായോ? ഇല്ല സാർ, ഇല്ല. അത് ആട്ടോ റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലോട്ട് പോയാൽ മതി. ഇപ്പോൾ ശരിയായോ? സൗണ്ട് ഓക്കെയാണ്. സാറിന്റെ ഫോട്ടോ ഒരു 90 ഡിഗ്രി ഷിഫ്റ്റ് ഉണ്ട് ടു ലെഫ്റ്റ്. ഇല്ല സാറേ, ഇപ്പൊ സാറ് ക്യാമറയുടെ ഓപ്ഷൻ മാറ്റി, ഫ്രണ്ട് ക്യാമറ എന്നുള്ളത് ബാക്ക് ക്യാമറ ആക്കി. അപ്പൊ അത് കാരണം സാറിന്റെ ചെയറൊക്കെയാണ് കാണുന്നത്. ഇപ്പോഴോ? ഇപ്പൊ സാറ് അല്ലെങ്കിൽ ഫോൺ തിരിച്ചു വെക്കുക. തിരിച്ചെന്ന് പറഞ്ഞാൽ ആ പിന്നെ ഒന്നുകൂടെ കയറി ഇപ്പൊ കറക്റ്റ്. ഇപ്പൊ ഓക്കെ. ഓക്കെ. ഇപ്പോൾ ശരിയായോ? ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ഇനി നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാം. പ്രശ്നം ആദ്യം വരുന്നത്, എല്ലാവരും മ്യൂട്ട് ചെയ്യണം. പ്രശ്നത്തിൽ ആദ്യം വരുന്നത് പഞ്ചാംഗ വിഷയമാണ്. പഞ്ചാംഗം എന്ന് പറയുമ്പോൾ തിഥി, നക്ഷത്രം, വാരം, കരണം, നിത്യയോഗം എന്നിവയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ആദ്യം നോക്കേണ്ടത്. അങ്ങനെ നമുക്ക് പ്രശ്നത്തിനകത്ത് കയറാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ചില ജ്യോതിഷന്മാര് നമ്മൾ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ പറയും ഇന്നതിനല്ലേ വന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെയെന്നുള്ള മനസ്സിലാക്കാം. ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. വന്നതിന്റെ ഉദ്ദേശം ഇന്നതാണ്. അതിനാദ്യം പഞ്ചാംഗ വിഷയം പഠിക്കണം. ഇപ്പോഴും നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർഗത്തിന്റെ 2ാമത്തെ ചാപ്റ്റർ, അതിന്റെ 3ാമത്തെ പ്രമാണത്തിനെ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. പ്രമാണത്തിൽ വേറെ കാര്യമൊന്നുമില്ല, ശകലമേ ഉള്ളൂ. ആ പ്രമാണത്തിനെ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. അതിൽ 2 വരി ഇങ്ങനെയാണ്. ശ്ലോകം ആരും പഠിക്കണമെന്നുള്ള നിർബന്ധമില്ല. നമുക്ക് ശ്ലോകം പഠിച്ചിട്ട് കാര്യവുമില്ല. ഇതിലൊക്കെ കാര്യമാണ്. ഇതൗ ശുഭായാം ശുഭതേ അനുകൂലേ താരേ ദിനേ ശ്വാനു ശുഭഗ്രഹാണാം. ഇതൗ ശുഭായാം, തിഥി ശുഭമായിരിക്കണം എന്നാണ്. ഒരു പ്രശ്നത്തിന് വരുന്ന ദിവസം, ഈ പ്രശ്നത്തിന് ദിവസം എന്ന് പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ പുതിയ മാധ്യമങ്ങളുടെയൊക്കെ സഹായമുണ്ട്. ചിലപ്പോൾ നമ്മൾ വിളിക്കും, ചില ആൾക്കാർ വിളിക്കും, സാർ നമ്മൾ എൻ്റെ കാര്യം അറിയണം, ഞാൻ വരട്ടോ എന്ന് ചോദിച്ച് വിളിക്കുകയാണെങ്കിൽ ആ ടൈമിലെ നോട്ട് ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ സ്ക്രീനിൽ കാണാം, ജ്യോതിഷം നമ്മുടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഈ പൃച്ഛ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ജ്യോത്സ്യരുടെ വീട്ടിൽ ഒരു പ്രത്യേകിച്ച് ഒരു മുറിയോ ഒരു ഹാളോ എന്തെങ്കിലും ഉണ്ടാവും. സാധാരണ ഒരു ഹാൾ
അല്ലെങ്കിൽ പുറത്തൊരു ഷെഡൊക്കെ കെട്ടി ഭയങ്കര അലങ്കാരമായിരിക്കും. അവിടെ ഈ വരുന്ന ആൾക്കാരെ സ്വീകരിക്കാനും ഒക്കെ നല്ല ഒരു സെറ്റപ്പ് ചെയ്തിരിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അന്ന് നമുക്ക് ടെലിഫോണിൽ വിളിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കക്ഷി നമ്മളെ അറിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ വരുന്ന സമയത്തിന് ഭയങ്കരമായിട്ട് രക്ഷിച്ചെടുക്കും. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഒരാളോടെ നോക്കി ഒരു പൊരുത്തം നോക്കാനോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വയ്ക്കാനോ, ഒരു സന്താന പ്രശ്നം അറിയാനോ, അല്ലെങ്കിൽ ഒരു വിവാഹ പ്രശ്നമോ, ഒരു രോഗപ്രശ്നമോ, കുടുംബ പ്രശ്നമോ അറിയാൻ വേണ്ടി നമ്മൾ വിളിക്കുകയാണെങ്കിൽ ആ ടൈമിനെ നോട്ട് ചെയ്യണം. അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞ് എന്ത് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞു. ഇപ്പൊ വിളിക്കുകയാണ്, നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും വരണമെന്ന് ചോദിക്കും. അവർ ചോദിക്കും ഞാൻ നാളെ വരട്ടോ, മറ്റന്നാൾ വരട്ടോ, ഇന്നോ. അപ്പോൾ നമ്മളൊരു സമയം പറയും, നാളെ എനിക്ക് പകല് രാവിലെ കുറച്ച് സമയത്തെങ്കിലും കിടപ്പുണ്ട്, ഒരു 11 മണി അല്ലെങ്കിൽ 12 മണിക്ക് വരിക എന്ന് പറയും. അപ്പോൾ അവിടെ ജ്യോത്സ്യരാണ് ശരിക്കും പറഞ്ഞാൽ സമയം സെലക്ട് ചെയ്ത് പോകുന്നത്. ജ്യോത്സ്യരൊക്കെ സമയം സെലക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ സമയത്തെക്കുറിച്ച് അറിയാം. ഇപ്പൊ നാളെ 11 മണിക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. ഒന്നുകിൽ ചിങ്ങലഗ്നമായിരിക്കും, ചിങ്ങലഗ്നമായിരിക്കും, അല്ലെങ്കിൽ കന്നി ലഗ്നമായിരിക്കും അറിയാം. പക്ഷെ വരുന്ന കക്ഷിക്ക് അറിയില്ല. അപ്പോൾ പ്രശ്നം വച്ചിട്ട് ഫലം പറയുമ്പോൾ ഈ ചിങ്ങ ലഗ്നമോ കന്നി ലഗ്നമോ കൂടി കണക്കാക്കിയിട്ടായിരിക്കും ഫലം പറയുന്നത്. അപ്പോൾ ജ്യോത്സ്യരെന്ന് പറഞ്ഞാൽ ദൈവജ്ഞൻ, സമയത്തെ അറിയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ സമയം ഫിക്സ് ചെയ്യരുത്. പക്ഷെ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അവര് വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പറയുന്നത് വീട്ടിനടുത്തൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് പോകും, ഞാൻ നാളെ ഒന്ന് വരാൻ പോകണം, എപ്പോഴും വരണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വരണം ചോദിച്ചാൽ ആ വിളിക്കുന്ന സമയത്തെ നമ്മൾ വളരെ സൂക്ഷിച്ച് വച്ചിട്ട് ആ സമയം വെച്ചിട്ട് ഗ്രഹത്തെ തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിരിക്കും. ഇത് നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ഉപദേശം, അത് മറക്കരുത്. നമ്മൾ അങ്ങനെ ദേവപ്രശ്നം വരെ ഇങ്ങനെയാണ് കണക്കാക്കിയ. ഒരു ദേവപ്രശ്നത്തിന്റെ ഒരു ചാർട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സീനിയർ ബാച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മനസ്സിലായി കഴിയും ആ കാര്യങ്ങളൊക്കെ. വിളിക്കുക, ജ്യോത്സ്യരെ അല്ലെങ്കിൽ ദൈവത്തിനെ ഒരു കക്ഷി വിളിക്കുകയാണെങ്കിൽ ആ ഡേറ്റും സമയവും വെച്ചിട്ട് ഗ്രഹനില തയ്യാറാക്കി നക്ഷത്രം, തിഥി, വാരം എല്ലാം കണക്കാക്കി വച്ചിട്ട് കഴിഞ്ഞാൽ വരുന്ന ദിവസം ഒരു പ്രശ്നവും കൂടി വെച്ച് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഫലം പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഈ തിഥി ആദ്യം പറയുന്നത് തിഥി ശുഭമായിരിക്കണമെന്നാണ്. തിഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എനിക്ക് കൂടുതൽ പറയണ്ട. പ്രഥമ, ദ്വിതീയ, തൃതീയ, 15 തിഥി, കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും 15 തിഥി. ഇതിൽ ഇതവും ശുഭായ, തിഥി ശുഭമായിരിക്കണം. തിഥി ശുഭമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ശുഭം, അശുഭം, ഏതൊക്കെ തിഥി ശുഭം, ഏതൊക്കെ തിഥി അശുഭം? നിങ്ങൾ പഞ്ചാംഗമൊക്കെ പഠിച്ചതല്ലേ, പ്രിലിമിനറി ക്ലാസ്സിൽ പഠിച്ചല്ലോ അല്ലേ? ചതുർത്ഥി, ചതുർദശി, നവമി, രണ്ട് പക്ഷത്തിലും, കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും ചതുർത്ഥി, ചതുർദശി, നവമി, ഇത് മൂന്നിനെയും രിക്ത തിഥി എന്ന് പറയും. രിക്ത എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ 3 തിഥി നല്ലതല്ല, ശൂന്യം, കാര്യങ്ങളൊന്നും നടക്കില്ല. അവർ വരുന്ന കാര്യം സാധിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അസുഖ പ്രശ്നമാണെങ്കിൽ രോഗശമനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. വിവാഹ പ്രശ്നമാണെങ്കിൽ വിവാഹം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. സന്താന പ്രശ്നമാണെങ്കിൽ സന്താനം കിട്ടാൻ ലേറ്റാവും. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ രിക്തതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർത്ഥി, ചതുർഥി, നവമി, ഈ 3 തിഥിയാണ് അശുഭ തിഥി എന്ന് പറയുന്നത്. ഇതവും ശുഭായം, ഈ 3 തിഥിയും ഇല്ലാതെ ബാക്കിയുള്ള വരുന്നു എങ്കിൽ നന്നായിരിക്കും എന്ന് അർത്ഥം. മനസ്സിലായിരിക്കുന്നു തോന്നുന്നു. ഇനി ഒരു കാര്യമുണ്ട്. ഈ തിഥി പറഞ്ഞ 2 പക്ഷമുണ്ട്, കൃഷ്ണപക്ഷവുമുണ്ട്, ശുക്ലപക്ഷവുമുണ്ട്. കൃഷ്ണപക്ഷത്തിൽ അതിന് ആധിപത്യം കൂടും, ദോഷത്തിന്റെ ആധിപത്യം കൂടും. ശുക്ലപക്ഷത്തിലാണെങ്കിൽ ബലം, അതിന്റെ ദോഷത്തിന്റെ ആധിപത്യം കുറയും. അങ്ങനെ വെക്കണം. കൃഷ്ണപക്ഷമാകുമ്പോൾ ചന്ദ്രനും സൂര്യനും ഒക്കെ, ചന്ദ്രനും ഒട്ടും ബലം ഉണ്ടാവില്ല. അതാണ് അതിന്റെ കാര്യം. കൃഷ്ണപക്ഷം
അപ്പോൾ ആദ്യം പറയുന്ന ശ്ലോകത്തിൽ ആദ്യം പറയുന്നത് തിഥൗ ശുഭായാം, തിഥി ശുഭമായിരിക്കണം. തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും രണ്ട് പക്ഷത്തിലും കൂടെ 15 തിഥി. അതിൽ ചതുർത്ഥി 4 തിഥി, 4, 9, 14, 4, 9, 14, ചതുർത്ഥി, നവമി, ചതുർദശി. ഈ 4 തിഥി തിഥി എന്ന് പറയും. ഈ 3 തിഥി, ഈ 3 തിഥിയിൽ ഏതെങ്കിലും ഒരു തിഥിയിലാണ് ഭ്രഷ്ടാവ് നമ്മളെ കാണാൻ വരുന്നു എങ്കിൽ അത് അത്ര ശുഭമല്ല, വന്ന കാര്യം ശുഭമല്ല. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയം അങ്ങനെ വന്നാലും നല്ല സമയമല്ല, നല്ലതല്ല എന്നർത്ഥം. അടുത്ത് പറയേണ്ടത്, ബുക്ക് ഇത്രേ പറയുന്നുള്ളൂ, തിഥൗ ശുഭായ എന്ന് പറഞ്ഞങ്ങ് പോയി. ഈ തിഥിയുടെ കാരകന്മാരാരൊക്കെയാണ് അറിയാമോ? ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? തിഥിയുടെ കാരകന്മാരാരാണ്? കാരകന്മാരാര്? ചന്ദ്രനും സൂര്യനും. ചന്ദ്രനും സൂര്യനും. ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്യാം. ചന്ദ്രനും സൂര്യനും. അപ്പോൾ തിഥിയുടെ കാരകൻ ചന്ദ്രനും സൂര്യനും ആകുമ്പം അവരെ കൂടി നോക്കണ്ടേ? നമ്മളൊരു വിഷയം സൂചിപ്പിക്കാൻ നേരത്തെ പഠിച്ചു. എന്താണ് വിഷയം പറയുമ്പോൾ ഭാവവും കാരകനെയും നോക്കണം. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നോക്കണം. ഇവര് നമുക്ക് ഒരു ആരൂഢം വെക്കുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം വയ്ക്കും, അല്ലെങ്കിൽ വന്ന സമയം അനുസരിച്ച് നമ്മൾ ഒരു ലഗ്നം ആവുമല്ലോ. തീർച്ചയായിട്ടും ഒരു ലഗ്നം ഉണ്ടാവും, വന്ന സമയത്തിന് ഒരു ലഗ്നം ഉണ്ടാവും. ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടിയിട്ട് തരാം. ഒരു ലഗ്നം, ആ ലഗ്നത്തിൽ നിന്ന് സൂര്യനും ചന്ദ്രനും ഇവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. എല്ലാത്തിനും ബീസ് ലഗ്നമാണ്. ലഗ്നം അല്ലെങ്കിൽ നമ്മുടെ സ്വർണം വെച്ചോ ഇവിടെ വെക്കുന്ന ആരും വിളിക്കുന്നതാണെങ്കിൽ ആരൂഢം കിട്ടൂല, ലഗ്നം മാത്രമേ കിട്ടൂ. ഇനി കക്ഷി വരുമ്പോൾ നമ്മൾ സ്വർണം ഉപയോഗിച്ച് ചിലർ ആരൂഢിക്കും, അതല്ലെങ്കിൽ നമ്മൾ കബഡി വെച്ച് ആരൂഢം എടുക്കും. അങ്ങനെ ആരൂഢത്തിൽ നിന്നോ ലഗ്നത്തിൽ നിന്നോ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നു അത് ഓരോരുത്തരും ഓരോ രീതിയിൽ കൺസിഡർ ചെയ്യും. അതിൽ ഈ സൂര്യൻ ചന്ദ്രൻ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് നോക്കണം. 6ലോ 8ലോ 12ലോ നിന്നാൽ നല്ലതാണോ? കാരണം ഇവിടെ സൂര്യൻ ചന്ദ്രനെയും പിടിക്കാൻ കാരണം സൂര്യനും ചന്ദ്രനുമാണ് കാരകന്മാര്. അവര് 6ലോ 8ലോ 12ലോ പോയാൽ അത് ദോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഈ സൂര്യനും ചന്ദ്രനും പാപബന്ധമുണ്ടായാലും മതി, അവരുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാലും അതും ദോഷമാണ്. അപ്പോൾ പറഞ്ഞു പോകുമ്പോൾ തിഥൗ ശുഭായെന്ന് പറഞ്ഞു. തിഥി ശുഭമായിരിക്കണം. ശുഭതിഥി എന്ന് പറഞ്ഞാൽ ഈ 3 തിഥി പോയിട്ട് ബാക്കിയെല്ലാം ശുഭതിഥി തന്നെ. പിന്നെ കറുത്ത വാവ് നല്ലതാണ്, അത് പറയാൻ വിട്ടുപോയി. കറുത്ത നല്ലതല്ല. ഇനി വേറെ വരും, ഇതോടെ തീർത്ത ഇനി ഒരുപാട് വരാനുണ്ട്. കരണം, നിത്യയോഗം, കരണം വരണം, രിക്ത പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച് വരുമ്പോഴേ ക്ലിയർ ആവുകയുള്ളൂ. ഇതുവരെ ഒന്നും എല്ലാം ആയില്ല, ഒരു പോയിന്റ് മാത്രമേ ആയുള്ളൂ. നമ്മൾ ഈ 3 തിഥിയും തിഥി അമാവാസി എന്ന് പറയുമ്പോൾ 30 ദിവസം ഒരു ദിവസമാണ്. ഇത്രയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മോശമെന്ന് പറയാം. അത് പോയിട്ട് ബാക്കി നല്ല തിഥി വന്ന് കണക്കാക്കുക. നമുക്ക് പഞ്ചമി തിഥിയാണ് വന്നത്, നല്ല തിഥി, അല്ലെങ്കിൽ ദശമി വന്നു, അല്ലെങ്കിൽ ഏകാദശി വന്നു, അല്ലെങ്കിൽ ദ്വാദശി വന്നു, ത്രയോദശി വന്നു. ശുക്ലപക്ഷ ത്രയോദശിയൊക്കെ വളരെ നല്ലതാണ്. ഏറ്റവും നല്ല തിഥി ശുക്ലപക്ഷ ത്രയോദശി വളരെ നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും അതിൻ്റെ ആ തിഥിയുടെ ആ ചന്ദ്രൻ ശനിയുടെ കൂടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ രാഹുവിന്റെ കൂടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ 12 പോയി, അല്ലെങ്കിൽ സൂര്യൻ 8 പോയി, അല്ലെങ്കിൽ സൂര്യൻ രാഹുവിന്റെ കൂടെ നിൽക്കുന്നു, സൂര്യൻ ശനിയുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി വന്നു എങ്കിൽ ആ തിഥിക്ക് ശുഭത്വം ഉണ്ടാകുമോ? പൂർണ്ണ ശുഭത്വം കിട്ടുമോ? പൂർണ്ണ ശുഭത്വം പറയാൻ പറ്റുമോ? ഇതാണ് കിട്ടൂല. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനെ കുറച്ച് ഡീപ്പ് പോയാൽ പറ്റുള്ളൂ. അപ്പോൾ അതേസമയം ഇവര് നല്ല ശുഭമായിട്ട് ശുഭന്റെ കൂടെ നിൽക്കുകയാണ്. ചന്ദ്രൻ വന്നിട്ട് വ്യാഴത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുകയാണ്. ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുകയാണ്, നല്ല ഭാവത്തിൽ നിൽക്കുകയാണ്. വ്യാഴത്തിൽ കൂടിയാൽ നല്ലതാണ്, എങ്കിൽ ശുഭത്വം കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോശമായ രീതിയായിരുന്നാലും കുറച്ചൊക്കെ നന്നായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഭാവചിന്തയിൽ, ഒരു ഗ്രഹം മോശമായ ഒരു ബലമില്ലാതെ നിന്നിരുന്നാലും നല്ല ഭാവത്തിൽ നിന്ന് കുറച്ച് ഫലമാണ് നല്ലത് കിട്ടുമെന്ന് പഠിച്ചു നമ്മൾ. അപ്പോൾ ഇങ്ങനെയും നോക്കണം. ഇനി സൂര്യനും ചന്ദ്രനും പരസ്പരം കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ അധയോഗമാണ്. വിനയവിത്തജ്ഞാനദീ നൈപുണ്യാദികൾ ഉണ്ടാകുന്ന അവിടെ ലഗ്നത്തിന് സൂര്യനും ചന്ദ്രനും പരസ്പരം കേന്ദ്രത്തിൽ, സൂര്യന്റെ കേന്ദ്രത്തിൽ ചന്ദ്രൻ എങ്കിൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ സൂര്യൻ വരും.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല അധമയോഗം എന്ന് പറയും. അധമയോഗം അതുമ്പോഴും മോശപ്പെട്ട യോഗമാണ്. വിനയവും ജ്ഞാനവും ബുദ്ധിയും നിപുണതയൊക്കെ ശരിക്കും ഉപയോഗിക്കാത്ത ഒരവസ്ഥ, ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ പറയാം. വിനയത്വം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക, നിപുണത ഉപയോഗിക്കാതിരിക്കുക, ഇത് ഉണ്ടാവും പക്ഷെ ഉപയോഗിക്കില്ല, ആ രീതിയിലൊക്കെ പറയാം. ഇത് എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ശുഭായാമെന്ന് പഠിച്ചു. രണ്ട് പക്ഷത്തും കൂടി 15 തിരി വീതമുണ്ട്. ചതുർത്ഥി, ചതുർദശി, നവമി, ഈ 3 തിരി തിരികളാണ്, മോശമാണ്. പിന്നെ കർത്തഭാവം നല്ലതല്ല, എനിക്ക് പറയുന്നതാണ്. ഇതിൽ തന്നെ സൂര്യനും ചന്ദ്രനുമാണ് തിരിയുടെ കാലങ്ങൾ. നമ്മുടെ ലഗ്നത്തിന് അല്ലെങ്കിൽ ആരൂഢത്തിൽ നിന്ന് ഈ സൂര്യനും ചന്ദ്രനും അനിഷ്ടസ്ഥിതിയിൽ പോകരുത്. അനിഷ്ടസ്ഥിതി വന്നാൽ കുറച്ചുകൂടി ദോഷം ചെയ്യും, അല്ലെങ്കിൽ പാപബന്ധം വന്നാലും കുറച്ചുകൂടി ദോഷം ചെയ്യും. ഇനി ശുഭസ്ഥിതി ആയിരുന്നാലും അവർക്കിതുപോലെ പാപബന്ധങ്ങൾ വരികയോ അനിഷ്ടസ്ഥിതിയിൽ പോവുകയോ ചെയ്തിരുന്നാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ത്രയോദശിയാണ്, പക്ഷെ 12 പോയി, അല്ലെങ്കിൽ 8 പോയി, അല്ലെങ്കിൽ 6 പോയി, എങ്കിൽ അത് തിരിയുടെ പൂർണ്ണം നമുക്ക് തരില്ല. ഒന്ന് നോട്ട് എഴുതാം. ഫലം അറിയേണ്ട വ്യക്തി ഒന്നും കേൾക്കുന്നില്ല. ഫലം അറിയേണ്ട വ്യക്തി കേൾക്കുന്നല്ലോ, വേറെ ദോഷമില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും റേഞ്ച് കുറവേറ്റാണോ? ഫലം അറിയേണ്ട വ്യക്തി കൃഷ്ണപക്ഷത്തിലോ ശുക്ലപക്ഷത്തിലോ ശുക്ലപക്ഷത്തിലോ ചതുർത്ഥി, ചതുർദശി, നവമി തുടങ്ങിയ തിഥികള്, ചതുർത്ഥി, ചതുർദശി, നവമി, അമാവാസി തുടങ്ങിയ തിഥികളിൽ വരുന്നത് ശുഭമല്ല. ബാക്കി തിഥികൾ ശുഭതിഥികളാണ്. അടുത്ത ലൈനില് തിഥിയുടെ കാരകന്മാർ സൂര്യനും ചന്ദ്രനുമാണ്. തിഥിയുടെ കാരകന്മാർ സൂര്യനും ചന്ദ്രനുമാണ്. തിഥി അശുഭമാവുകയും സൂര്യചന്ദ്രന്മാർക്ക് അനിഷ്ടസ്ഥിതി വരികയോ പാപയോഗമോ ദൃഷ്ടിയോ വരികയോ ചെയ്താൽ പാപയോഗമോ ദൃഷ്ടിയോ വരികയും ചെയ്താൽ തിരിയുടെ ദോഷത്തിന് തിരിക്ക് കൂടുതൽ ദോഷമുണ്ടാകും. സൂര്യചന്ദ്രന്മാരുടെ സ്ഥിതി നോക്കുന്നത്
സൂര്യചന്ദ്രന്മാരുടെ സ്ഥിതി നോക്കുന്നത് പ്രശ്ന ലഗ്നത്തിന്റെയോ ആരൂഢത്തിന്റെയോ സാർ എന്താ പറഞ്ഞത് സാർ? ഒന്നുകൂടി പറയാമോ സാർ? സ്ഥിതി സൂര്യചന്ദ്രന്മാരുടെ സ്ഥിതി നോക്കുന്നത് ലഗ്നത്തിൽ നിന്നോ ആരൂഢത്തിൽ നിന്നോ അനിഷ്ടസ്ഥിതി ഉണ്ടോ എന്നതാണ്. അനിഷ്ടസ്ഥിതി ഉണ്ടോ എന്നതാണ്. അടുത്തത് സർ അനിഷ്ടസ്ഥിതി അതിന് മുന്നേ സർ ലാസ്റ്റ് ലൈൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ സർ? അവസാനത്തെ സൂര്യചന്ദ്രന്മാരുടെ അനിഷ്ടസ്ഥിതി നോക്കുന്നത് ലഗ്നത്തിൽ നിന്നോ ആരൂഢത്തിൽ നിന്നോ സൂര്യചന്ദ്രന്മാർ 6, 8, 12 സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. 6, 8, 12 സ്ഥിതി ചെയ്യുന്നുവോ എന്നതാണ്. ആറ്, 8, 12 സ്ഥിതി ചെയ്യുന്നുവോ എന്നതാണ്. അടുത്ത പാരഗ്രാഫ്. തിഥി ശുഭമായാലും ചന്ദ്രനും സൂര്യനും അനിഷ്ടസ്ഥിതിയോ പാപബന്ധമോ വന്നാൽ ശുഭഫലം കുറയും. അടുത്ത പ്രത്യേകിച്ച് സൂര്യനും ചന്ദ്രനും പരസ്പരം കേന്ദ്രത്തിൽ വരുന്നത് അധമയോഗമാണ്. മടക്കയാണ്. രഥം എന്നുള്ളത് അധമയോഗമാണ്. വിനയം, അറിവ്, ബുദ്ധി, നിപുണത. വിനയം, അറിവ്, ബുദ്ധി, നിപുണത എന്നിവ നല്ലതുപോലെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയണം. ശരി, ഇപ്പൊ നമ്മൾ പഠിച്ചത് തിഥൗ ശുഭായാം എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞ 2 വാക്കിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു. ഒരു ചെറിയ എക്സ്പ്ലനേഷൻ അത്രയേ ഉള്ളൂ. തിഥൗ ശുഭായാം എന്ന് പറഞ്ഞാൽ നമ്മളത് എങ്ങനെ മീനിങ് എടുക്കണം. ഒരു പ്രശ്നത്തിലോ ഒരു മുഹൂർത്തത്തിനും ഇത് തന്നെയാണ് പറയേണ്ടത്. പ്രശ്നത്തിനും മുഹൂർത്തത്തിനും ഇത് കോമൺ. അടുത്ത് ശുഭതേ അനുകൂലേ താരേ. അടുത്ത സെന്റൻസ് ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ശുഭതേ അനുകൂലേ താരേ. താരേ എന്ന് പറഞ്ഞാൽ നക്ഷത്രം.
നക്ഷത്രം ശുഭതേ ശുഭമായിരിക്കണം, അനുകൂലേ അനുകൂലമായിരിക്കണം. എന്താണ് ശുഭം, എന്താണ് അനുകൂലം? പറഞ്ഞു പോയി. ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. എല്ലാം കാച്ചിക്കുറിക്കിയ ശ്ലോകമാണ്, ടാബ്ലറ്റ് രൂപത്തിൽ വെച്ചിട്ടുണ്ട്. നക്ഷത്രം ശുഭമായിരിക്കണം, അനുകൂലമായിരിക്കണം. എന്താണ് ശുഭം, എന്താണ് അനുകൂലം? അതായത് നക്ഷത്രത്തിന് 27 നക്ഷത്രത്തിന് പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഊൺ നാളെന്നും ഊൺ നാളല്ലാത്തതെന്നും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നുള്ളത്, പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഊൺ നാളുകളിലാണ് വരുന്നു എങ്കിൽ അത് നല്ലതാണ്. ഊൺ നാളിലാണ് അല്ലാതെ വരുന്നുവെങ്കിൽ അത് ദോഷമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. തിരിയിൽ ഒരു കാര്യം കൂടെ പറയണം. തിരി സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു, അതും കൂടെ എഴുതിക്കൊള്ളണം. തിരി ഐശ്വര്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. തിരി നന്നിരുന്നാൽ ഐശ്വര്യം ഉണ്ടാവും, തിരി മോശമായിരുന്നാൽ ഐശ്വര്യം ഉണ്ടാവൂല. അത്ര തന്നെ. തിരി ഐശ്വര്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. എഴുതിക്കൊള്ളണം. തിരി ഐശ്വര്യ സമൃദ്ധി സൂചിപ്പിക്കുന്നു. ഇനി നക്ഷത്രം. അപ്പോൾ നക്ഷത്രങ്ങൾ 2 സെറ്റാണ്. 27 നക്ഷത്രത്തില് 11 നക്ഷത്രത്തിന് ഊൺ നാളിന് വേണ്ടി എടുക്കില്ല. അത് നല്ലതല്ല. ഊണെന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചോറൂണിന് എടുക്കുമല്ലോ. നമ്മൾ ചോറൂണെന്ന് പറയുന്നത് തെക്കൻ കേരളത്തില്, വടക്കോട്ടേക്ക് പോകുമ്പോൾ ഒരു പേര് മാറ്റം വരാം. ചോറൂണെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് നമ്മൾ 6 മാസത്തിന് മുൻപായിട്ട് ചോറ് കൊടുക്കും. ചോറ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് എടുക്കുന്ന നക്ഷത്രങ്ങളെയാണ് ഊൺ നാളുകൾ എന്ന് പറയുന്നത്. അത് ഊണുകളിൽ എടുക്കാത്ത നക്ഷത്രത്തിന് ഞാൻ ഇപ്പൊ പറയാം. തൃക്കേട്ട തിരുവാതിര, അരണി കാർത്തിക, ആയില്യ മകം, വിശാഖം മൂലം, പൂരം പൂരാടം പൂരുരുട്ടാതി. ഈ 11 നക്ഷത്രത്തെ നമ്മൾ ഊണാളിന് വേണ്ടി എടുക്കും. ഈ 11 വന്നു കഴിഞ്ഞാൽ ശുഭമല്ല. ഈ 11നെയും ശുഭ നക്ഷത്രമായിട്ട് കണക്കാക്കൂല. അതാണ് ശുഭതേ എന്ന് പറഞ്ഞത്. ശുഭതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 16 നക്ഷത്രവും ശുഭമാണ്. ശുഭമല്ലാത്തത് ഒന്നുകൂടെ പറയാം. തൃക്കേട്ട തിരുവാതിര, ഭരണി കാർത്തിക, ആയില്യം മകം, വിശാഖം മൂലം, പൂരം പടം പൂരുരുട്ടാതി. ഈ 11 നക്ഷത്രവും ഊൺ നാളിന് എടുക്കുന്നതല്ല, അല്ലെങ്കിൽ ചോറ് ഊണെടുക്കുന്നതല്ല. ഈ നക്ഷത്രത്തിലാണ് അശുഭ നക്ഷത്രം എന്ന് പറയുന്നത്. ഈ നക്ഷത്രത്തിലാണ് ഒരു പ്രശ്താവ് വരികയാണ്, പ്രശ്നം വരാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ശുഭത്വമല്ല. ബാക്കി 11 നക്ഷത്രവും ബാക്കി 16 നക്ഷത്രവും ശുഭമാണ്. അടുത്ത നമുക്ക് എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതാം. നക്ഷത്രത്തെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രഹത്തെ എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രഹത്തിലെ ഗ്രഹങ്ങളുടെ പേര് മാത്രമല്ലേ രാ, ച, ഹു, ബു, ഗു, ഷു എന്നുള്ള നക്ഷത്രങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ആരെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാം? ചന്ദ്രന്. ചന്ദ്രൻ. ഉടുപ്രഭു ചന്ദ്രൻ വെച്ച്. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ കഴിഞ്ഞു, ചന്ദ്രനിലേക്ക് വീണ്ടും വരുന്നു. ആ ചന്ദ്രൻ അപ്പോൾ ഇവിടെയും നമ്മൾ കഴിഞ്ഞത് ചിന്തിച്ചതുപോലെ ചിന്തിക്കും. നക്ഷത്രം 11 നക്ഷത്രം നമുക്ക് ദോഷമുള്ള നക്ഷത്രം പറഞ്ഞു. ബാക്കി 16 നക്ഷത്രം ശുഭം പറഞ്ഞു. അശ്വതി ശുഭമാണ്, മകയിരം ശുഭമാണ്, ചിത്തിര ശുഭമാണ്, അവിട്ടം ശുഭമാണ്, തിരുവോണം ശുഭമാണ്. ഇതൊക്കെ ഈ ശുഭ നക്ഷത്രമായിരുന്നാലും ചന്ദ്രന് ആദ്യം പറഞ്ഞ സ്ഥിതികൾ വന്നാൽ എന്തായിരിക്കും? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമാസത്തില് അവിട്ട നക്ഷത്രം ഒന്ന് കണക്കാക്കുക. കുംഭമാസത്തിൽ അവിട്ട നക്ഷത്രം എന്താകാൻ ചാൻസ് ഉണ്ട്? നമുക്ക് കാണാൻ പെട്ടെന്ന് പറയാൻ പറ്റൂല. എന്താകാം? അമാവാസിയാകാം. കാരണം സൂര്യനും ചന്ദ്രനും ഒരു സ്ഥലത്ത് വരാൻ ചാൻസ് ഉണ്ട്, ഒരിടത്ത് വരാൻ ചാൻസ് ഉണ്ട്. കുംഭൻ രാശി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നക്ഷത്രം ശുഭമായിരുന്നാലും അവിടെ എന്തെങ്കിലും ഫലം കിട്ടുമോ? ഫലം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു. അതും വേറെ ഒരു ബന്ധങ്ങളൊന്നും വേണ്ട, ഇതിന് ഒരു ബന്ധവും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോജിക്ക് ഇല്ല. ചന്ദ്രൻ അമാവാസി, ചന്ദ്രൻ കറുത്ത് നിൽക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രൻ ഒട്ടും പക്ഷബലമില്ല. പിന്നെ എങ്ങനെയാണ് ശുഭം എന്ന് പറയാൻ പറ്റും?
ഇത് ഇവിടെ മാത്രമല്ല, വിവാഹ പൊരുത്തത്തിൽ നമ്മൾ നക്ഷത്ര പൊരുത്തങ്ങൾ നോക്കുമ്പോഴും ഇതൊക്കെ ബാധകമാണ്. ഇതൊക്കെ എന്താ പറയുക, അശ്വതി നല്ല നക്ഷത്രം, മേടമാസത്തിൽ അശ്വതിയാണെങ്കിൽ ഒരു വലിയ കാര്യമൊന്നുമില്ല. നക്ഷത്ര പൊരുത്തം 10-ന് 10 പൊരുത്തം നമ്മൾ സോറിൽ അടിച്ചു നോക്കിയാൽ 10-ന് 8 പൊരുത്തമുണ്ട്, 7.5 പൊരുത്തമുണ്ട് എന്ന് പറയും. പക്ഷെ ഇങ്ങനെ ദോഷത്തിൽ ആ ചന്ദ്രൻ നിൽക്കുന്നു എങ്കിൽ ആ പൊരുത്ത ദോഷം വരും. ചന്ദ്രന് ബലമെങ്കിൽ പിന്നെ ചന്ദ്രനെ വെച്ചിട്ടില്ലേ പൊരുത്തം നോക്കണം. 2 രാശിയിലും ചന്ദ്രന്റെ സ്ഥിതി വെച്ചിട്ട് ചന്ദ്രന്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും വെച്ചിട്ടാണ് നമ്മൾ പൊരുത്തം നോക്കുന്നത്. ചന്ദ്രന്റെ ഓരോ അവസ്ഥകൾ വെച്ചിട്ടാണ് പൊരുത്തം നോക്കുന്നത്. രാശി ചുറ്റും, രാശിയാധിപനെ വെച്ചിട്ടും, ചന്ദ്രൻ നിൽക്കുന്നതിന്റെ ഡിസ്റ്റൻസ് വെച്ചിട്ടും ഒക്കെയാണ് നോക്കുന്നത്. അവിടെ ചന്ദ്രന് ബലമില്ലെങ്കിൽ പോയി. വേറെയും ഒരു കാര്യമുണ്ട്, ചാന്ദ്രം വീര്യം വീര്യം ഗ്രഹാണാം. ചന്ദ്രൻ ബലമില്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾക്ക് വില കുറവുണ്ടാകും. ചന്ദ്രന്റെ വീര്യമാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് വീര്യം കിട്ടുന്നത്. ചന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. ചന്ദ്രത്തോളം സ്ഥാനമുണ്ട്. ചന്ദ്രന് ബലക്കുറവ് കൂടുന്നു കഴിഞ്ഞാൽ ചന്ദ്രനെ മാത്രമല്ല ബാധിക്കുന്നത്, ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ബലവും ബാധിക്കും. നമ്മൾ വീണ്ടും പഴയ ചന്ദ്രൻ ഇങ്ങനെ, അതുപോലെ ചന്ദ്രൻ 6-8-12 ചന്ദ്രൻ പോയിരുന്നാലും ദോഷം ചെയ്യും. ഈ നക്ഷത്രത്തിന് ശുഭത്വമുള്ള നക്ഷത്രമാണെങ്കിലും അത് 6-8-12 പോവുക, പാപബന്ധം വന്നിരുന്നാലും ഈ ശുഭത്വത്തിന് ഹാനി ഉണ്ടാവും. ശുഭത്വത്തിന്റെ അളവ് കുറയും. ശുഭത്വം പൂർണ്ണമായിട്ടില്ല എന്ന് പറയേണ്ട, നക്ഷത്രം ശുഭ നക്ഷത്രം തന്നെ, അതിന് മാറ്റമൊന്നുമില്ല, പക്ഷെ അതിന്റെ ബലം കുറയും. ഈ നമ്മൾ പ്രശ്നത്തിൽ എടുക്കേണ്ടത്. ഇത്ര നേരമോ? നക്ഷത്രം സൈഡ് കയറ്റി കിട്ടുള്ളൂ. നക്ഷത്രം ചോറൂണിന് വിധിക്കാത്ത നക്ഷത്രങ്ങൾ അശുഭ നക്ഷത്രങ്ങളായി കണക്കാക്കുന്നു. ചോറൂണിന് വിധിക്കാത്ത നക്ഷത്രങ്ങൾ അശുഭ നക്ഷത്രങ്ങളായി കണക്കാക്കുന്നു. ചോറൂണിന് വിധിക്കാത്ത നക്ഷത്രങ്ങൾ അശുഭ നക്ഷത്രങ്ങളായി കണക്കാക്കുന്നു. തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, വിശാഖം, മൂലം, പൂരം, പൂരാടം, പൂരുരുട്ടാതി. ഒന്നുകൂടി പറയണോ? തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, വിശാഖം, മൂലം, പൂരം, പൂരാടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് ഊൺ നാളായി എടുക്കാത്തത്. ഇവ ശുഭ നക്ഷത്രങ്ങളാണ്. അതെഴുതിയല്ലോ. ബാക്കി 16 നക്ഷത്രങ്ങളും ശുഭ നക്ഷത്രങ്ങളാണ്. ബാക്കി 16 നക്ഷത്രങ്ങൾ ശുഭ നക്ഷത്രങ്ങളാണ്. ശുഭനക്ഷത്രങ്ങളാണ്. അടുത്ത ലൈനിൽ
നക്ഷത്രം ശുഭമായിരുന്നാലും നക്ഷത്രത്തിന്റെ ചന്ദ്രന് ബലക്കുറവുണ്ടായാലോ നക്ഷത്രം ശുഭമായിരുന്നാലും നക്ഷത്രനായ ചന്ദ്രന് പക്ഷബലക്കുറവുണ്ടായാലോ അനിഷ്ടസ്ഥിതി വന്നാലോ ബ്രാക്കറ്റ് 6 to 12 6,8,12 അനിഷ്ടസ്ഥിതി വന്നാലോ പാപയോഗമോ ദൃഷ്ടിയോ വന്നാലോ ശുഭത്വം നഷ്ടപ്പെടും, ശുഭത്വം കുറയും എന്നെഴുതിയാലും ശുഭത്വം കുറയും, നഷ്ടപ്പെടാം. ശുഭത്വം നഷ്ടപ്പെടും. നക്ഷത്രം മോശമായാൽ എന്താണ് കുഴപ്പം? തിരിയെ കൊണ്ട് ഐശ്വര്യ സമൃദ്ധി പറഞ്ഞു. തിരി മോശമായാൽ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവില്ല. നക്ഷത്രത്തിന് കൃത പാപ സഞ്ചയകരം, കൃത പാപ സഞ്ചയകരം, ക്യുമുലേറ്റീവ് എഫക്ട് ഓഫ് പാപകർമാസ്. നമ്മൾ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മവും മുൻ ജന്മവുമാകാം. അതാണ് അങ്ങനെ വരുന്നത്. ഇതുകൊണ്ട് ഇനി നമുക്ക് പറയാം, ചെറിയൊരു ഐഡിയ കിട്ടി. നമുക്ക് കക്ഷിയരെടുത്ത് പറഞ്ഞു കൊടുക്കാമോ, നിങ്ങൾ ഈ ദിവസം വരണമെന്ന് നമ്മൾ പറയുന്നത് ശരിയാണോ? ഇങ്ങനെ പറഞ്ഞു അല്ല. കാരണം ഇത്രയും കാര്യം നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ട്, ഒരുപാടുണ്ട് പഠിക്കാൻ. വ്യാഴാഴ്ച നല്ലൊരു നക്ഷത്രമൊക്കെ നോക്കി, അവരെ നക്ഷത്രവും നോക്കി, നല്ലൊരു സമയവും നോക്കി വന്നു കഴിഞ്ഞാൽ അതിനെ ലഗ്നമായിട്ടെടുത്താൽ നല്ല ഫലം കിട്ടും. നല്ല ഫലം കിട്ടുമ്പോൾ അവരുടെ യഥാർത്ഥ ഫലം മറയും. അതുകൊണ്ടാണ് ജ്യോത്സ്യരെ സമയം ഫിക്സ് ചെയ്ത് കൊടുക്കരുത് എന്ന് പറയുന്നത്. ജ്യോത്സ്യ സമയം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ദേവപ്രശ്നത്തിന് നമ്മൾ സ്വർണം വയ്ക്കുമ്പോൾ കൊച്ചുകുട്ടിയെ വിട്ട് ആരൂഢവും ചെയ്യും, അർജുനത്തെ കുട്ടിയെ വിട്ട് സ്വർണം വെപ്പിക്കേണ്ട കാര്യം അതാണ്. അടുത്തിനി ഇതിപ്പോ ശുഭത എന്നുള്ള വാക്കേ ആയുള്ളൂ, ഇനിയും തീർന്നില്ല. അനുകൂല, എന്താണ് അനുകൂല എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്? ആ ശ്ലോകത്തെ തീതവും ശുഭായ, അത് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു. അടുത്ത് ശുഭതേ അനുകൂലേ താരേ, താരേ എന്ന് വെച്ചാൽ ശുഭതേ, ശുഭമല്ലാത്തത് ശുഭമാണെന്നുള്ളതൊക്കെ ഇപ്പൊ പഠിച്ചു മനസ്സിലായി. ഇനി അനുകൂലെന്ന് എന്തിനു പറഞ്ഞു? ആവശ്യമില്ലാതെ അറിയൂലല്ലോ, ആചാര്യൻ അങ്ങനെ പറഞ്ഞു പോകില്ലല്ലോ. അത് ആ ബോർഡിൽ കാണാം, വ്യക്തമായിട്ട് കാണാം. ശുഭതേ അനുകൂലെ, ശുഭരിക്കുന്ന ആയാണ് താരേ. നക്ഷത്രം അനുകൂലമായിരിക്കണം എന്ന് കൂടി പറയുന്നു. എന്താണ് ഈ അനുകൂലത എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രശ്നം വയ്ക്കാൻ വരുന്ന ആളിൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹത്തിന്റെ നക്ഷത്രം വയ്ക്കാം. ആർക്ക് വേണ്ടി? അദ്ദേഹമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ദൂതനുമായിരിക്കാം. അപ്പം വീട്ടിൽ മക്കളുടെ കാര്യം അറിയണമെങ്കിൽ അച്ഛനും അമ്മയോ വരാം, അല്ലെങ്കിൽ രണ്ടുപേരും സുഖമില്ലാ കിടക്കുകയാണ്, ഒരു ബന്ധു വരാൻ കഴിയില്ലെങ്കിൽ ബന്ധുക്കൾ. അപ്പോൾ അതിന് രണ്ടും ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ആർക്ക് വേണ്ടിയാണോ പ്രശ്നം വയ്ക്കുന്നു അവരുടെ നക്ഷത്രമാണ് പോയിന്റ്, വരുന്ന ആളിൻ്റെതല്ല. അപ്പോൾ എൻ്റെ വീട്ടില് ഞാൻ അവരടുത്ത് പ്രശ്നം വയ്ക്കാൻ പോവുകയാണ്. എൻ്റെ മകളുടെ മാരേജ് കാര്യം അറിയാൻ വേണ്ടി പോകണമെങ്കിൽ മകളാണ് പോയിന്റ്, മകളുടെ നക്ഷത്രമാണ് പോയിന്റ്, എൻ്റെ നക്ഷത്രമല്ല. ഇപ്പോൾ ചോദിക്കണം മകളുടെ നക്ഷത്രം എന്തോന്ന്. ആ നക്ഷത്രത്തിൽ നിന്ന്, പൃഷ്ടാവിന്റെ നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നക്ഷത്രം വന്നാൽ അനുകൂലമല്ല. അതാണ് അനുകൂല എന്ന് പറഞ്ഞത്. അപ്പോഴവിടെ ശുഭത്വം നഷ്ടപ്പെടും, വീണ്ടും ഔട്ടാവുകയാണ്. 3, 5, 7 നക്ഷത്രം പൃഷ്ടാവിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാരന്റെ, ആർക്കാണ് പ്രശ്നം വയ്ക്കുന്നു, ആരെ ഉദ്ദേശിച്ച് പ്രശ്നം വയ്ക്കുന്നു,
അവരുടെ നക്ഷത്രത്തിൽ നിന്ന് കൗണ്ട് ചെയ്യണം. ഇന്നത്തെ ഈ പ്രശ്നം വയ്ക്കുന്ന ദിവസം അല്ലെങ്കിൽ വിളിച്ച ദിവസം, വീണ്ടും വീണ്ടും അത് പറയണം. വിളിച്ച ദിവസത്തെ നക്ഷത്രം 3 5 7 വരരുത്. വന്നു കഴിഞ്ഞാൽ അനുകൂലമല്ല. ഫോർ എക്സാമ്പിൾ, ഇന്ന് ആയില്യ നക്ഷത്രമാണ്. ഇന്നൊരാൾ പ്രശ്നം വയ്ക്കാൻ വന്നു. അപ്പോൾ ഏത് നക്ഷത്രം വരാൻ പാടില്ല? പ്രസ്താവന നക്ഷത്രം ഏതൊക്കെയാണെന്ന് വരാൻ പാടില്ല? പാടില്ല, വ്രതം പാടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഉണ്ടായിരുന്നത്. പ്രസ്താവിന്റെ നക്ഷത്രത്തിനാണ് ഉണ്ടായിരുന്നത്. പൂരമത്തം. പ്രസ്താവിന്റെ നക്ഷത്രത്തിന് തിരിഞ്ഞിലോട്ട് പോകണം. പ്രസ്താവിന്റെ നക്ഷത്രത്തിൽ നിന്ന് ഇന്നത്തെ ആയില്യം 3 5 7 വരെ. പുണർതം, മകയിരം, കാർത്തിക, ഇത്ര നോക്കണം. കാർത്തിക, പുണർതം, മകയിരം എന്നത്ര നോക്കണം. കാർത്തിക, പുണർതം, മകയിരം ഇത്രയല്ലേ നോക്കണം. കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം 7 നക്ഷത്രം. കാർത്തിക നോക്കിയാൽ 7 കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം 7. അത് കഴിഞ്ഞ് കാർത്തിക കഴിഞ്ഞ് മകയിരം നോക്കണം. മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം 5. അത് കഴിഞ്ഞ് പുണർതം എടുത്ത് നോക്കണം. പുണർതം, പൂയം, ആയില്യം. ഇങ്ങനെ പ്രസ്താവന്റെ നക്ഷത്രത്തിൽ നിന്ന് പ്രശ്ന ദിവസത്തെ നക്ഷത്രം 3 5 7 ആകരുത്. മൂന്നാമത്തെ നക്ഷത്രത്തിനെ വിപത്ത് നക്ഷത്രം. വിപത്ത് 5 വിപത്ത് പ്രത്യര നക്ഷത്രം എന്ന് പറയും. 7 വധ നക്ഷത്രം എന്ന് പറയും. വിപത്ത് പ്രത്യര വധ, പ്രത്യര വധ ഇങ്ങനെ വരരുത്. ഇനി അനുജന്മ നക്ഷത്രത്തിനും കണക്കാക്കും. പക്ഷെ അതൊന്നും അത്രത്തോളം സീരിയസ് ആയിട്ട് പ്രശ്നത്തിൽ എടുക്കൂല. അനുജന്മ നക്ഷത്രത്തിന് 3 5 7 പാദങ്ങളെ കളയും. അങ്ങനെ ഒരു സിസ്റ്റം കൂടിയുണ്ട്. അത് നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കേണ്ട. ഈ 3 7 മാത്രം നോക്കി അത് പ്രശ്നത്തിന് അത് മതി. അത് മുഹൂർത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് അനുകൂല എന്ന ശുഭതയെ അനുകൂല നക്ഷത്രം അനുകൂലിക്കണം. അനുകൂലം എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ ആയിരുന്നാലും നല്ലതല്ല. അപ്പോൾ പ്രസ്താവിന്റെ നക്ഷത്രത്തിൽ നിന്ന് പ്രശ്ന ദിവസത്തെ നക്ഷത്രം 3 5 7 ആയി വന്നാൽ അനുകൂലമല്ല. മൂന്നാം നക്ഷത്രത്തിന് വിപത്ത് വിപത്ത് നക്ഷത്രമെന്നും 5 പ്രത്യര പ്രത്യര നക്ഷത്രമെന്നും 7 വധ നക്ഷത്രമെന്നും പറയും. ഇതിൽ 3ആം നക്ഷത്രമാണ് കൂടുതൽ ദോഷമുള്ളത്. 5 ഒരു മീഡിയം, 7 അത്രത്തോളം ദോഷമില്ല. നമ്മൾ വിവാഹ പൊരുത്തത്തിലും ഇത് നോക്കേണ്ട ഉദ്ദേശം ഇതാണ്. ദിനപ്പൊരുത്തം അറിയാമോ? ദിനപ്പൊരുത്തം അറിയാമോ? ഒരാള് നോയണം. അറിയില്ല സർ. ദിനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ 3 5 7 നക്ഷത്രം വരരുത്. പെണ്ണിന്റെ നക്ഷത്രത്തിൽ നിന്ന് പയ്യന്റെ 3 5 7 വരരുത്. അതാണ് ദിനപ്പൊരുത്തം. അത് ഇവിടെ നിന്ന് വന്നതാണ്. ഈ മുഹൂർത്തവും പഞ്ചാംഗത്തിൽ നിന്ന് വന്നതാണ് അതൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞതിനെ കൂടെ എഴുതാം. ശുഭത അനുകൂല നക്ഷത്രത്തിന്റെ അനുകൂല നക്ഷത്രം. സൈഡ് ഹെറ്റിംഗ് വേണമെങ്കിൽ ഇരിക്കാം. സൈഡ് ഹെറ്റിംഗ് എഴുതിയാൽ നമുക്ക് വായിക്കാനൊക്കെ നല്ല രസകരമായിരിക്കും. എഴുതിയപ്പോൾ ചോല മഷി കൊണ്ട് അടിയിൽ വര വരച്ചിരുന്ന് പെട്ടെന്ന് കാണാൻ കഴിയും. അനുകൂല നക്ഷത്രം പ്രസ്താവിന്റെ നക്ഷത്രം മുതൽ, പ്രസ്താവ് ഉദയന മനസ്സിലാവില്ല, പ്രസ്താവ നക്ഷത്രം മുതൽ പ്രശ്ന ദിവസത്തെ നക്ഷത്രം വരെ എണ്ണുക. സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ സാറേ? എന്താണ്? പ്രസ്താവിന്റെ നക്ഷത്രം മുതൽ പ്രസ്താവിന്റെ നക്ഷത്രം മുതൽ പ്രശ്ന ദിവസത്തെ നക്ഷത്രം വരെ എണ്ണുക. പ്രസ്താവിന്റെ നക്ഷത്രം മുതൽ പ്രശ്ന ദിവസത്തെ നക്ഷത്രം വരെ എണ്ണുക.
ഇത് 3, 5, 7 ആയി വന്നാൽ അനുകൂലമല്ല. ഇത് 3, 5, 7 ആയി വന്നാൽ അനുകൂലമല്ല. അനുകൂലമല്ല. 3-ാം നക്ഷത്രം വിപത്ത് നക്ഷത്രമാണ്. 3-ാം നക്ഷത്രം വിപത്ത് നക്ഷത്രമെന്നും 5 പ്രത്യര നക്ഷത്രമെന്നും 7 വ നക്ഷത്രമെന്നും പറയുന്നു. സാർ എന്താ സാറേ 7 വധ മേൽപോട്ടുള്ള രാധ എന്നുള്ളത് വധനക്ഷത്രം പറയുന്നു. വിപത് പ്രത്യര വധ നക്ഷത്രം എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ എഴുതിക്കണം. പ്രശ്നം നടക്കുന്നത് ആയില്യം നക്ഷത്രം എന്ന് കരുതുക. പ്രശ്നം നടക്കുന്നത് ആയില്യം നക്ഷത്രം. ആയില്യമാണ്. ആയില്യം നക്ഷത്രം എന്ന് കരുതുക. പ്രശ്നം നടക്കുന്നത് ആയില്യം നക്ഷത്രം എന്ന് കരുതുക. പ്രഷ്ടാവിന്റെ നക്ഷത്രം കാർത്തികയായാൽ 7-ാം നക്ഷത്രമാകും. പ്രഷ്ടാവിന്റെ നക്ഷത്രം കാർത്തികയായാൽ 7-ാം നക്ഷത്രമാകും. മകയിരമായാൽ 5-ാം നക്ഷത്രമാകും. പുണർമായാൽ 3-ാം നക്ഷത്രമാകും. സാറേ 7-ാം മകീരമായാൽ 5-ാം നക്ഷത്രമാകും. പുണർതമായാൽ 3-ാം നക്ഷത്രമാകും. പുണർതമായാൽ 3-ാം നക്ഷത്രമാകും. അപ്പോൾ ഈ 3 നക്ഷത്രവും അനുകൂലമല്ല. അപ്പോൾ ഈ 3 നക്ഷത്രവും അനുകൂലമല്ല. അത് തിരിഞ്ഞു പോയില്ലേ സാറേ? എങ്ങനെ? കാർത്തികയാകുമ്പോൾ 7 വരുള്ളൂ. കാർത്തിക, രോഹിണി, മകര, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം. രോഹിണി, മകരം, തിരുവാതിര, പുണർദം, പൂയമായി. കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം. അല്ല, ആയില്യത്തിൽ പ്രശ്നം നടക്കുന്നത് ആയില്യ നക്ഷത്രത്തിലാണെങ്കിൽ അതിന്റെ 3, 5, 7 നക്ഷത്രങ്ങളല്ലേ മോശം? ഭർത്താവിന്റെ നക്ഷത്രം മുതലല്ലേ? പ്രഷ്ടാവിന്റെ 3-5-7 നാളുകൾ. പ്രഷ്ടാവിന്റെ 3-5-7 നാളുകൾ.
എങ്ങനെ പ്രഷ്ടാവിന്റെ 3-ാം നാളിലും 7-ാം നാളിലും വരരുത്, 5-ാം നാളിലും വരരുത്. പ്രഷ്ടാവിന്റെ നക്ഷത്രത്തിനാണ് എണ്ണുന്നത്. അങ്ങനെ തന്നെ ശരിയല്ലേ? സംശയമുണ്ടോ? പ്രഷ്ടാവിന്റെ വഞ്ചക എന്നുള്ള വായിച്ചു നോക്കി, അവിടെ ബോർഡിലുണ്ട്, ബോർഡിൽ കാണാം. ശരി, ഇനി നമ്മൾ ഇത് നക്ഷത്രത്തിനെ കുറിച്ച്. ഇനി ഗണ്ണാന്തം സൈഡിങ്ങിട്ടുണ്ട്. അങ്ങനെ നക്ഷത്ര ശുഭവും അനുകൂലവും ആയി എന്ന് കണക്കാക്കുക. അടുത്തിന് ഗണ്ണാന്തം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അശ്വതി മഹാമൂലത്തിന്റെ ആദ്യത്തെ പാദവും ആയില്യം തൃക്കേട്ട രേവതിയുടെ അവസാന പാദവും ഗണ്ണാന്തം എന്ന് പറയും. ഗണ്ണാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം, അറിയാമോ? ഗണ്ണാന്തത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന്? യെസോ നോയോ? ഇല്ല. ഗണ്ണാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് നക്ഷത്ര ഗണ്ണാന്തം. നക്ഷത്ര ഗണ്ണാന്തമുണ്ട്, രാശി ഗണ്ണാന്തമുണ്ട്, തിഥി ഗണ്ണാന്തമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗണ്ണാന്തം പറയാം. അതിൽ നക്ഷത്ര ഗണ്ണാന്തമാണ് ഏറ്റവും അത്യാവശ്യം, ബാക്കിയുള്ള നോക്കൂല. നക്ഷത്ര ഗണ്ണാന്തം നമ്മൾ ദേവപ്രശ്നത്തിൽ വരെ നക്ഷത്ര ഗണ്ണാന്തമേ നോക്കാറുള്ളൂ. നക്ഷത്രവും രാശിയും കൂടി ഒരുമിച്ച് തുടങ്ങുക അല്ലെങ്കിൽ ഒരുമിച്ച് തീരുക, ഇങ്ങനെ നോക്കാതിങ്ങനെ എടുത്ത് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നക്ഷത്രവും രാശിയും കൂടി ഒരുമിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ നക്ഷത്രം തീരുന്നിടത്ത് രാശിയും തീരണം. നക്ഷത്രം തുടങ്ങുമ്പോൾ നക്ഷത്രം തുടങ്ങുമ്പോൾ രാശി തുടങ്ങണം, അല്ലെങ്കിൽ നക്ഷത്രം തീരുമ്പോൾ രാശിയും തീർന്നാൽ ആ നക്ഷത്രത്തിന് നക്ഷത്ര ഗണ്ണാന്തം എന്ന് പറയും. ശശി ഭവന അളി ചഷ ഋക്ഷസന്ധി. ഋക്ഷം എന്ന് വെച്ചാൽ രാശിസന്ധി. പിന്നെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മേടൻ രാശി തുടങ്ങുകയാണ്. അശ്വതി നക്ഷത്രം തുടങ്ങുന്നത് എവിടെയാണ്? മേഷാശിപ്രഥമാം നവക്ഷചരണം ചക്രസ്ഥിത രാശയോ. രാശിക്ഷേത്ര ഗർഷഭാനുഭവന. അതാണ് നമ്മൾ മേടൻ രാശി തുടങ്ങുന്നതും അശ്വതി തുടങ്ങുന്നതും ഒരേ സ്ഥലത്തിന്. അപ്പോൾ മേടൻ രാശി തുടങ്ങുന്നതും അശ്വതി നക്ഷത്രം തുടങ്ങുന്നതും ഒരേ സ്ഥലത്തിനാണ്. അപ്പോൾ അശ്വതിയെ നമ്മൾ ഗണ്ണാന്ത നക്ഷത്രം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഭരണി, കാർത്തികയുടെ കുറച്ചപ്പുറവും കുറച്ചപ്പുറവും. ഭരണിക്ക് കുഴപ്പമില്ല, ഭരണി കംപ്ലീറ്റ് രാശിക്കകത്താണ്. കാർത്തികയുടെ പകുതി ഇപ്പുറം, കുറച്ചപ്പുറം. രോഹിണി കംപ്ലീറ്റ് ഇടവ രാശി. മകയിരം കുറച്ച് ഇടവത്തിൽ, ബാക്കി മിഥുനത്തിൽ മകരം, തിരുവാതിര, പുണർദം മുക്കാലിൽ പോയിട്ട് പുണർത്തിൽ ബാക്കി എവിടെയാണ്? കർക്കിടകത്തിന്. പുണർപൂയം ആയില്യം വരുമ്പോൾ നക്ഷത്രവും തീരുന്നു, രാശിയും തീരുന്നു. അപ്പോൾ അശ്വതി നക്ഷത്രവും രാശിയും തുടങ്ങി, ആയില്യം നക്ഷത്രവും രാശിയും തീർന്നു. അടുത്ത മകം വരുമ്പോൾ വീണ്ടും നക്ഷത്രവും രാശിയും തുടങ്ങും. പിന്നെ അത് തീരുന്നത് എവിടെ പോകും? തൃക്കേട്ട വരുമ്പോൾ നക്ഷത്രവും രാശി, മൂല വരുമ്പോൾ നക്ഷത്രവും രാശി തുടങ്ങും, രേവതി വരുമ്പോൾ നക്ഷത്രവും രാശിയും തീരും. അപ്പോൾ ഈ 6 നക്ഷത്രവും ഗണ്ണാന്ത നക്ഷത്രം. ഇത് നല്ലതല്ല. വീണ്ടും നമുക്ക് ശുഭത്വം കുറഞ്ഞു വരികയാണ്. നമ്മൾ ഈ ദോഷം കണ്ടുപിടിക്കാൻ മിടുക്കന്മാരാണ് ജ്യോത്സ്യന്മാര്. നമ്മൾ ദോഷം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എളുപ്പത്തിൽ പറയേണ്ടത് അശ്വതി മകം മൂലം നക്ഷത്രവും രാശിയും ഒരുമിച്ച് തുടങ്ങുന്നു, ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രവും രാശിയും ഒരുമിച്ച് തീരുന്നു. ഇത് 6 ഗണ്ണാന്ത നക്ഷത്രങ്ങൾ എന്ന് പറയും. ശുഭമല്ല, ഒറ്റ നോട്ടത്തില് ശുഭമല്ല എന്ന് പറയും. നക്ഷത്രവും രാശിയും ഒരുമിച്ച് തുടങ്ങുക, നക്ഷത്രവും രാശിയും ഒരുമിച്ച് തീരുക എന്ന് പറഞ്ഞാൽ അത് ഗണ്ണാന്തം. അതിലും പ്രത്യേകിച്ച് ഒരു നക്ഷത്രത്തിന് 4 പാദം. അതെല്ലാവർക്കും അറിയാമല്ലോ.
അശ്വതി മകം മൂലം ഒരുമിച്ച് തുടങ്ങിയാൽ അതിന്റെ ആദ്യത്തെ പാദമാണ് കൂടുതൽ പ്രയാസമുള്ളത്. ആദ്യത്തെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആദ്യത്തെ, കാരണം തുടക്കം വരുന്ന നക്ഷത്രവും രാശി തുടങ്ങി വരുന്ന ആദ്യത്തെ പാദം, ആദ്യത്തെ 15 നാൾ. അതുപോലെ ആയില്യം തൃക്കേട്ട രേവതിക്ക് അവസാനത്തെ പാദം, കാരണം അവിടെ തീരാൻ പോകുന്നതാണ്. ആദ്യത്തെ പാദം എടുക്കരുത്, അത് തീരുന്ന സമയം വരരുത്, ആ എൻഡിൽ വന്ന് നിൽക്കരുത്. എൻഡിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു മുഹൂർത്തം കുറിക്കാനോ ഒരു പ്രശ്നത്തിന് മുഹൂർത്തം കുറിക്കാൻ പാടില്ല. ഒരു പ്രശ്നത്തിന് നമ്മൾ ആ സമയവും നല്ലതല്ല, വളരെ ദോഷമുണ്ട്. അത് ദേവപ്രശ്നത്തിൽ തിരി നക്ഷത്ര രാജ്യത്തോ പീഡാൽ ചുരിമതയിൽ പീഡി ഉണ്ടാവുന്നതാണ്. അത് ദേവപ്രശ്നത്തിൽ പോകുന്നതാണ്. ഇതാണ് ഗണ്ണാന്തം എന്ന് ഉദ്ദേശിക്കുന്നത്. ഗണ്ണാന്തത്തില് അശ്വതി മഹം മൂലത്തിന്റെ വും ആയില്യം തൃക്കേട്ട രേവതിയാണ് ഗണ്ണാന്തം. ഇങ്ങനെ കാണാതെ പഠിക്കണം. പറഞ്ഞു ഇതൊരു പ്രാക്ടീസ് ആയിട്ടാണ്. അശ്വതി മഹാമൂലം ആയില്യം തൃക്കേട്ട രേവതി, ഇതിങ്ങനെ പറഞ്ഞിരുന്നാലേ നിൽക്കുകയുള്ളൂ. ഒരു പ്രാക്ടീസാണ്. അശ്വതി മഹാമൂലം അനുജന്മ നക്ഷത്രങ്ങൾ, ആയില്യം തൃക്കേട്ട രേവതി അനുജന്മ നക്ഷത്രങ്ങളാണ്. അശ്വതി മഹം മൂലം ആയില്യം തൃക്കേട്ട രേവതി. വിവാഹത്തിന് മുഹൂർത്തം പൊരുത്തം നോക്കുമ്പോഴും രണ്ടാമത് ദോഷം നോക്കാറുണ്ടോ? വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോ കേട്ടില്ല. രണ്ടാമത് ദോഷങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ? മുഹൂർത്തം നോക്കുമ്പോ ഗണ്ണാന്ത സമയം എഴുതരുത്, എഴുതാൻ പാടില്ല. ഗണ്ണാന്ത എന്ന് പറഞ്ഞാൽ നക്ഷത്രം. പൊരുത്തത്തിന് അതൊന്നും നോക്കാറില്ല, എല്ലാരും നോക്കാറില്ല. അതിന് വേറെ നിയമങ്ങളുണ്ട്. ഓരോ മൂലാഗ്രപാതേതരം നികന്തി എന്നൊക്കെ ശ്ലോകമുണ്ട്. മുഹൂർത്തത്തിന് നോക്കണം, പൊരുത്തത്തിന് അങ്ങനെ നോക്കാറില്ല. വഴിയൊന്നും എഴുതാം. അശ്വതി മഹം മൂലം ആയില്യം തൃക്കേട്ട രേവതി എന്നിവയാണ് ഗണ്ണാന്ത നക്ഷത്രങ്ങൾ. എന്താണ് ഗണ്ണാന്ത നക്ഷത്രങ്ങൾ? അശ്വതി മകം മൂലം, അടുത്ത ലൈൻ, അശ്വതി മകം മൂലം നക്ഷത്രവും രാശിയും ഒരുമിച്ച് തുടങ്ങുന്നു. സാർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ സാർ പ്ലീസ്? തുടക്കം മുതൽ വേണോ? അശ്വതി മകം മൂലം ആയില്യം കേട്ട രേവതി എന്നിവയാണ് ഗണ്ഡാന്ത നക്ഷത്രങ്ങൾ. അതെഴുതിയോ? എഴുതി സാർ, എഴുതി. അടുത്ത അശ്വതി മകം മൂലം നക്ഷത്രങ്ങൾ ഇട്ടിട്ട് രാശിയും നക്ഷത്രവും ഒരുമിച്ച് തുടങ്ങുന്നു. രാശിയും നക്ഷത്രവും ഒരുമിച്ച് തുടങ്ങുന്നു. ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രവും രാശിയും ഒരുമിച്ച് അവസാനിക്കുന്നു. നക്ഷത്രവും രാശിയും ഒരുമിച്ച് അവസാനിക്കുന്നു. അടുത്ത ലൈനില് അശ്വതി മകം മൂലം നക്ഷത്രങ്ങളുടെ ആദ്യത്തെ പാദമാണ് കൂടുതൽ ദോഷം, എന്തുകൊണ്ടാണ്? അശ്വതി മകം മൂലം നക്ഷത്രങ്ങളുടെ ആദ്യത്തെ പാദമാണ് ദോഷം.
ആദ്യത്തെ പാദമാണ് ദോഷം. ആയില്യം രേവതിയുടെ അവസാന പാദമാണ് ദോഷം. എഴുതിയോ? ഇവയുടെ എഴുതി സാർ. ഇവയുടെ അവസാന പാദമാണ് ദോഷം അല്ലേ സാർ? നക്ഷത്രവും രാശിയും കൂടി തുടങ്ങുന്നതെങ്കിൽ തുടങ്ങുന്ന ആദ്യത്തെ ദോഷം, അവസാനിക്കുന്നതെങ്കിൽ അവസാനത്തെ ഭാഗം ദോഷം. ഇനി അടുത്ത് സ്ഥിരകരണങ്ങൾ. അടുത്ത സൈഡ് കയറ്റിങ്. സ്ഥിരകരണം. സ്ഥിരകരണങ്ങൾ ഏതാണെന്നറിയാമോ? നമ്മള് പഞ്ചാംഗത്തിൽ എഴുതിക്കുമ്പോൾ പുള്ള്, നാൽക്കാലി, പാമ്പ്, പുഴു. പുള്ളു, പാമ്പ്, നാൽക്കാലി എന്ന് എഴുതിക്കും. അത് മനസ്സിലാക്കാൻ എളുപ്പ വഴിയുണ്ട്. സ്ഥിരകരണം 4 കരണമാണ്. ഒരു കരണമാകുമ്പോൾ എങ്ങനെയാണ്? സ്ഥിരകരണം എന്ന് പറയുന്നത് ഏതാണ്? അത് മനസ്സിലാക്കാൻ എളുപ്പ വഴി. പുള്ള്, പുഴു, പാമ്പ്, നാൽക്കാലി. ഈ നാലും അടുത്തടുത്ത് വരുവുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഞ്ചാംഗം എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ 4 അടുത്തടുത്ത്. കൃഷ്ണപക്ഷ ചതുർദശി ഉത്തരാർദ്ധം, അമാവാസി, ശുക്ലപക്ഷ പ്രഥമ പൂർവാർദ്ധം. എളുപ്പ വഴി പറയേണ്ടത് കൃഷ്ണപക്ഷത്തില് ചതുർദശിയുടെ 2ാം പാദം. ഒരു തിഥിയെ 2ആയി ഡിവൈഡ് ചെയ്താൽ, ഒരു തിഥി എന്ന് പറയുമ്പോൾ 60 നാഴിക. ആദ്യത്തെ പാദം, 2ാമത്തെ പാദം, അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ നക്ഷത്രപോലെ 4 പാദമില്ല, 2 പാദം. പൂർവാർത്ഥം, ഉത്തരാർത്ഥം. 2 പാദമല്ല, അർത്ഥം. പൂർവാർത്ഥം, ഉത്തരാർത്ഥം. കറുത്ത പക്ഷത്തിലെ ചതുർദശി കഴിഞ്ഞാൽ അമാവാസിയാണ് വരുന്നത്. ചതുർദശിയുടെ 2ാമത്തെ അർത്ഥം ഉത്തരാർത്ഥം മുതൽ. അപ്പോൾ ചതുർദശിയുടെ ഉത്തരാർത്ഥം, പിന്നെ കറുത്ത വാവ് ഫുള്ള്, പ്രഥമയുടെ പൂർവാർത്ഥം. ഇങ്ങനെ വരുന്നത് 4 പാദങ്ങൾ, 4 അർത്ഥങ്ങൾ, 4 പകുതികൾ ചേർന്നാണ് നമ്മൾ സ്ഥിരകരണം എന്ന് പറയുന്നത്. അത് ഒന്നിനും നല്ലതല്ല. ഒരു മുഹൂർത്തമോ ഒന്നിനും നല്ലതേ അല്ല. ഈ സമയത്ത് പ്രശ്നം വയ്ക്കാൻ വരുന്നത് നല്ലതല്ല. നമുക്കൂടെ ആവശ്യം പ്രശ്നമാണ്. പ്രശ്നത്തിന് നല്ലതല്ല. അതായത് കറുത്ത പക്ഷത്തിലെ ചതുർദശിയുടെ ഉത്തരാർത്ഥം അപ്പോൾ ഉത്തരാർത്ഥമാകുമ്പോൾ ഒരു പകുതിയാകുമ്പോൾ ഒരു കരണമായി. ഒരു തിരി 2 കരണമാണ്. തിരി എന്ന് പറയുമ്പോൾ 2 കരണമായി. അപ്പോൾ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയുടെ 2ാമത്തെ പകുതി മുതൽ കറുത്ത വാവ് അമാവാസി പൂർണ്ണമായിട്ട് എടുത്തിട്ട്, അമാവാസി കഴിയുമ്പോൾ പിന്നെ ശുക്ലപക്ഷമാവും. ശുക്ലപക്ഷത്തിന്റെ പകയുടെ ആദ്യത്തെ പകുതി, ഇത്രയും ചേർന്നാണ് സ്ഥിരകരണം. ഉള്ളു, പുഴു, പാമ്പ്, നാൽക്കാലി എന്ന് പറയുന്നത്. പഞ്ചാംഗങ്ങളുടെ ഉള്ളു, പുഴു, പാമ്പ്, നാൽക്കാലി. വേണമെങ്കിൽ ഞാൻ പഞ്ചാംഗം എടുത്ത് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിത് മിഥുന മാസമാണ്. മിഥുന മാസത്തില് ഇതാണ് നാൽക്കാലി, പാമ്പ്, സിംഹം, പാന്നിട്ടുണ്ട് പക്ഷി. എന്നിട്ട് അതാണ് വരുന്നത്. അങ്ങനെ 4 എണ്ണം വരും. പകലും രാത്രിയും വരും. പുഴു, പാമ്പ്, നാൽക്കാലി. അപ്പുറവും ഇപ്പുറവും നോക്കണം. പകലും രാത്രിയായിട്ടൊക്കെ നോക്കണം. നോക്കുമ്പോൾ അതിലത് കാണാൻ കഴിയും. അപ്പോൾ സ്ഥിരകരണം വന്നിട്ട് ഹെഡിങ് ഇട്ടോ, സ്ഥിരകരണം. കറുത്ത ചതുർദശിയുടെ ഉത്തരാർത്ഥവും
അമാവാസിയും വെളുത്ത പ്രതിപദത്തിന്റെ പൂർവാർത്ഥവും ചേർന്നതാണ് സർ വെളുത്ത വെളുത്ത പ്രതിപദത്തിന്റെ പൂർവാർത്ഥവും. 4 തൊട്ട് വരും. ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ മതി. കറുത്ത ചതുർദശിയുടെ ഉത്തരാർത്ഥവും കറുത്ത ചതുർദശിയുടെ ഉത്തരാർത്ഥവും അമാവാസിയും വെളുത്ത പ്രതിപദത്തിന്റെ പൂർവാർത്ഥവും ചേർന്ന 4 കരണങ്ങളാണ് തീരകരണങ്ങൾ. ഇവയും ഈ സമയവും പ്രശ്നത്തിന് ഉചിതമല്ല. ഇനി കരണത്തിൽ ഇപ്പം പഠിച്ച 4 കരണം നല്ലതല്ല എന്ന് പഠിച്ചു. ഇനി അടുത്ത് വിഷ്ടികരണവും നല്ലതല്ല എന്ന് പറയും. വിഷ്ടി ഏറ്റവും മോശമാണ്. സ്ഥിരകരണത്തിനേക്കാളും മോശമാണ് വിഷ്ടികരണം. അത് ഒരു കാര്യമുള്ളത്, പഞ്ചാംഗത്തിൽ നോക്കി പഠിക്കുന്നതാണ് എളുപ്പം. നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, പഠിക്കാൻ ബുദ്ധിമുട്ട്. പഞ്ചാംഗത്തിൽ നോക്കിയാൽ വിഷ്ടിയിൽ എഴുതിയിരുന്നാൽ ആ സമയം നല്ലതല്ല. വിഷ്ടിക്കൊരു ദോഷമുള്ളത്, നക്ഷത്രത്തിൽ ശുഭമായിരുന്നാലും വിഷ്ടി കരണമാണെങ്കിൽ ദോഷമാണ്. ശുഭ നക്ഷത്രം വന്നാലും കരണം വിഷ്ടിയായിരുന്നാൽ അത് ദോഷം ഭവിക്കും എന്നാണ് കാണുന്നത്. വിഷ്ടികരണം ഏതൊക്കെയെന്ന് പറയാം. പഠിക്കാൻ ഇത്തിരി പ്രയാസമാണ്. എന്നാലും നമ്മൾ എഴുതിയിരിക്കും. ഒന്ന് എഴുതണം. വിഷ്ടികരണം എഴുതിയിട്ട് പറഞ്ഞുതരാം. ശുക്ലപക്ഷ ചതുർത്ഥി ഏകാദശി. ശുക്ലപക്ഷ ചതുർത്ഥി ഏകാദശി. 1 കഴിഞ്ഞിട്ട് അടുത്ത് 7 കഴിഞ്ഞ് അടുത്ത് വരുള്ളൂ. ചതുർത്ഥി ആകുമ്പോൾ 4. അത് കഴിഞ്ഞ് 7 കഴിയുമ്പോൾ ഏകാദശി. 7, 4, 11. ഇവയുടെ ഉത്തരാർത്ഥവും ശുക്ലപക്ഷ ചതുർത്ഥി ഏകാദശിയുടെ ഉത്തരാർത്ഥവും അഷ്ടമി വാവിന്റെ പൂർവാർത്ഥവും വിഷ്ടികരണങ്ങളാവുന്നു. സർ അഷ്ടമി വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി. സർ അഷ്ടമി വാവിന്റെ ശുക്ലപക്ഷ ചതുർത്ഥി ഏകാദശിയുടെ ഉത്തരാർത്ഥവും ശുക്ലപക്ഷ ചതുർത്ഥി ഏകാദശിയുടെ ഉത്തരാർത്ഥവും അഷ്ടമി പൗർണമിയുടെ പൂർവാർത്ഥവും അഷ്ടമി പൗർണമിയുടെ പൂർവാർത്ഥവും വിഷ്ടികരണങ്ങളാകുന്നു. വിഷ്ടികരണങ്ങളാകുന്നു. അടുത്ത ലൈനിലെ കൃഷ്ണപക്ഷത്തിൽ തൃതീയ ദശമിയുടെ ഉത്തരാർത്ഥവും സർ കൃഷ്ണപക്ഷത്തിൽ തൃതീയ ദശമി ഇവയുടെ ഉത്തരാർത്ഥവും തൃതീയ ദശമി ഇവയുടെ ഉത്തരാർത്ഥവും സപ്തമി ചതുർദശി ഇവയുടെ പൂർവാർത്ഥവും സപ്തമി ദശമി ഇവയുടെ പൂർവാർത്ഥവും സപ്തമി ചതുർദശി ഇവയുടെ പൂർവാർത്ഥവും വിഷ്ടികരണങ്ങളാണ്.
അടുത്തതിൽ വിഷ്ടികരണം ദോഷമാണ്. വിഷ്ടികരണം പ്രശ്ന ദോഷമാണ്. ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, പറയണോ? പറയണം സാർ. ആദ്യത്തെ നോക്കണം ശുക്ലപക്ഷം, രണ്ടാമത് കൃഷ്ണപക്ഷം. ശുക്ലപക്ഷത്തില് ചതുർത്ഥി ഏകാദശി, ചതുർത്ഥി കഴിഞ്ഞിട്ട് 4 എണ്ണം കഴിഞ്ഞ് 7 എണ്ണം കഴിഞ്ഞാണ് ഏകാദശി. അതിന്റെ ഉത്തരാർത്ഥം. അഷ്ടമി വാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുക? പൗർണമി. നമ്മൾ സാധാരണയായിട്ട് പൗർണമി എല്ലാവരും നല്ലതെന്ന് പറയും, വളരെ നല്ലത്. പൗർണമിയുടെ ആദ്യത്തെ പകുതി ഭാഗം വിഷ്ടികരണമാണ്, നല്ലതല്ല. ആദ്യത്തെ പകുതി എടുക്കരുത്, രണ്ടാമത്തെ പകുതി എടുക്കാവൂ. ആദ്യത്തത് 30 നാഴിക വിഷ്ടികരണം, രണ്ടാമത്തെ പകുതി മാത്രമേ നല്ലതാവുള്ളൂ. അപ്പോൾ ആദ്യം ചതുർദശി ഏകാദശിയുടെ 30 നാഴിക കഴിഞ്ഞു വരുന്ന സമയം. അഷ്ടമി വാവിന്റെ ആദ്യത്തെ 30 നാഴിക. ഇനി കറുത്ത പക്ഷത്തിൽ വരുമ്പോഴേ നോക്കിക്കൊള്ളേ, ആദ്യത്തത് എങ്ങനെ എഴുതുന്ന? ചതുർത്ഥി ഏകാദശി. ഇത് അതിന് തൊട്ട് മുൻപുള്ളത് തൃതീയ ദശമി. നോക്കി ശരി, നോക്കി. ശുക്ലപക്ഷത്തില് ചതുർത്ഥിയും ഏകാദശിയിൽ എഴുതിയത് ഉത്തരാർത്ഥം. ശരി സാർ. ചതുർത്ഥി അതിന് തൊട്ട് മുൻപുള്ളത് കൃഷ്ണപക്ഷത്തിൽ വരുമ്പോൾ തൃതീയ ദശമി, അതിന്റെ തൊട്ട് മുൻപിലുള്ളത് തൃതീയ. ചതുർത്ഥിയുടെ മുന്നിൽ തൃതീയ, ഏകാദശിയുടെ മുന്നിൽ ദശമി. ഇനി അഷ്ടമി വാവ് എന്ന് പറഞ്ഞാൽ അഷ്ടമിയുടെ മുന്നിലുള്ളത് സപ്തമി, വാവിന്റെ മുമ്പിലുള്ളത് ചതുർദശി. ആദ്യത്തത് 1 പഠിച്ചാൽ അടുത്തത് അതിന്റെ തൊട്ട് മുൻപിലത്തെ എഴുതി വെച്ചാൽ മതി. പക്ഷേ ഇത് എഴുതി വെക്കുന്നതല്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ കിട്ടണം. വിഷ്ടികരണമാണ്. അത് നമ്മൾ ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ വീട്ടിൽ നിന്ന് എഴുതിയിരിക്കും, അത്ര തന്നെ. അതങ്ങനെ നോക്കിയതാണ്. അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ കൊടുക്കുമ്പോൾ വിഷ്ടിന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതല്ല. അതാണ് എളുപ്പം, അതേ നടക്കുകയുള്ളൂ. ബാക്കി ഇതിപ്പോൾ പഠിക്കണമെന്നുള്ള നിർബന്ധമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ച് വളരെ ഉപയോഗിക്കേണ്ട. നമ്മൾ പിന്നെ കാണാതെ പഠിച്ചു. ചതുർത്ഥി ഏകാദശിയുടെ ഉത്തരാർത്ഥവും അഷ്ടമി വാവിന്റെ പൂർവാർത്ഥവും തൃതീയ ദശമിയുടെ ഉത്തരാർത്ഥവും സപ്തമി ചതുർദശിയുടെ പൂർവാർത്ഥവും കൃഷ്ണപക്ഷത്തിൽ. ഇത്രയാണ് നമ്മൾ ഒരുവിധം കുറച്ചു നോക്കി. ഇനി നമുക്ക് ഇനിയും കിടക്കുന്നു നോക്കാൻ വേണ്ടി പഞ്ചാംഗ വിഷയങ്ങൾ അത്യാവശ്യമുള്ളത്. ഇനിയുള്ളതൊക്കെ എളുപ്പമാണ്. ഗുളികോദയ സമയം, പിന്നെ ലാട വൈദ്യുതം, അതൊക്കെ പഞ്ചാംഗം നോക്കിയാൽ മതി. മധ്യസ്ഥിതി അങ്ങനെ ഇങ്ങനെ നോക്കിയതിന് ശേഷം അടുത്ത ക്ലാസ് നല്ലൊരു എക്സാമ്പിൾ കൂടി ഇടാം. ഒരു പ്രശ്നം എങ്ങനെ ചിന്തിക്കണം ഉള്ളത് ഒരു എക്സാമ്പിൾ കൂടി വയ്ക്കാം. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചർച്ച ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടാകാം. ഇല്ല സാർ, ക്ലിയർ ആണ്, വളരെ ക്ലിയർ. ഹലോ, ആരും എന്തോ പറഞ്ഞു? വേറെ ആരും പറഞ്ഞു? വളരെ ക്ലിയറാ സാറേ, ക്ലീൻ ആയിട്ട് നോട്ട് തന്നിട്ടുണ്ട്, നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ ഇത് മതി, ധാരാളം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? സാർ, ഫോർ എക്സാമ്പിൾ ഈ മീനമാസത്തെ ആ കർത്തവാവിന്റെ ആ കരണം ഒന്ന് പറയാൻ പറ്റും? സ്ഥിരകരണം ഒന്ന് സാർ പഞ്ചാംഗത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അത് പഞ്ചായത്തിലല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ വാവിനെ സംബന്ധിച്ച് നക്ഷത്രത്തിനാണെങ്കിൽ നമ്മുടെ പഞ്ചാംഗത്തിൽ അടിക്കുമ്പോൾ നാഴിക, നക്ഷത്രത്തിന് ഇത്ര നാഴിക എന്നൊക്കെ എഴുതിയിരിക്കും. വാവിനെ സംബന്ധിച്ച് നമ്മൾ എത്ര നാഴിക എന്നുള്ളത് സാധാരണ സോഫ്റ്റ്വെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഓരോ നോക്കട്ടെ. പൗർണമി കിടക്കും കിടക്കുന്നത് നമ്മൾ ഇന്നത്തെ വേണമെങ്കിൽ ഇപ്പോഴത്തതൊന്ന് അടിച്ചു നോക്കി തരാം.
now. ഇന്ന് ആയില്യ നക്ഷത്രം, ശുക്ലപക്ഷ തൃതീയ 34 നാഴികയാണ്. ഇപ്പോൾ വന്നിട്ട് ശുക്ലപക്ഷ തൃതീയ 34 നാഴിക. 34 നാഴിക 30 നാഴിക കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത കരം വരും. ആദ്യത്തെ 30 നാഴികയാണ് ഒരു പാദം, ഒരു പകുതി എന്ന് പറയുന്നത്. അടുത്ത 30 നാഴിക കഴിഞ്ഞ് 31 നാഴിക മുതൽ അടുത്ത കരം വരും. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഒരു നാട്ടിൽ പകുതി വരും. ഇപ്പോ ആറ് ചോദിച്ചത് മിഥുനമാകുമ്പോൾ 9 ജൂലൈ 9. ജൂലൈ 9-ാം തീയതി വരുമ്പോൾ, ജൂലൈ 9 അല്ലെങ്കിൽ മിഥുന മാസം 25-ാം തീയതി വരുമ്പോൾ ഫുള്ള് അന്ന് വരുന്നത് അമാവാസിയാണ്. അപ്പോൾ അന്ന് കംപ്ലീറ്റ് സ്ഥിരകരണമാണ്. അത് കഴിഞ്ഞ് 8-ാം തീയതി വരുമ്പോൾ അന്ന് ഫുൾ അതേ വരുള്ളൂ. 8-ാം തീയതി വരുമ്പോൾ ചതുർദശി, അത് ഒരു 8-ാം തീയതി 21:48, 13, ഒരു 4 മണിക്കൂറിന് മുമ്പ് 21. അതായത് 8/7/2021, 8/7/2021 വൈകുന്നേരം 4:10 ആണെങ്കിൽ ചതുർദശി, കൃഷ്ണപക്ഷ ചതുർദശിയാണ്. കൃഷ്ണപക്ഷ ചതുർദശിയുടെ 30 നാഴിക കഴിയും. കൃഷ്ണപക്ഷ ചതുർദശിയുടെ ആദ്യത്തെ 30 നാഴിക വരെ വൃഷ്ടികരണമാണ്. 30 നാഴിക കഴിഞ്ഞിട്ട് 31-ാമത്തെ നാഴിക ആകുമ്പോൾ കരണം മാറും. നമ്മൾ നോക്കി കൊടുത്താൽ 10 എന്നുള്ളത് ഒരു 40 മിനിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരണം ഫുള്ള് വരും. ഉടൻ കരണം മാറും. 30 നാഴികയാണ്. അത് നമ്മൾ പഞ്ചാംഗം നോക്കുമ്പോൾ ഇതിന് വേറെ ഒന്നുമില്ല. പഞ്ചാംഗം നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുള്ള്, പുഴു, പാമ്പ്, നാൽക്കാലി, ഇത് 4 കരണവും ദോഷമാണ്. പുള്ള്, പാമ്പ്, നാൽക്കാലി, നാൽക്കാലി, പാമ്പ്, പുള്ള്, സിംഹം. അത് നോക്കുമ്പോൾ ഈ 18 ഈ 9-ാം തീയതി വരുമ്പോൾ കറുത്ത ഒരു കുത്തിലുണ്ട്, കറുത്ത കുത്തിലുണ്ട്. 60 നാഴിക നെട്ടിലുണ്ട്, അടുത്ത് ഫുള്ള് നെട്ടിലുണ്ട്, അടുത്ത് നാൽക്കാലി നെട്ടിലുണ്ട്. അതിന്റെ അപ്പുറത്ത് രാത്രിയിൽ നെട്ടിലുണ്ട്, പാമ്പ്, നാൽക്കാലി, പാമ്പ്. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസത്തിൽ ആദ്യം വരുമ്പോൾ പാമ്പിലുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് പൂ നെട്ടിലുണ്ട്, പുള്ള്, പിന്നെ സിംഹം നാൽക്കാലി വരും. പുള്ള്, പുഴു, പാമ്പ്, നാൽക്കാലി. പഞ്ചായത്തിൽ നോക്കി എടുക്കാനേ ഉള്ളൂ സാർ അതൊക്കെ. ശരി സാർ, ഓക്കെ.